ഗിരീഷ് ഏടി, നിവിൻ പോളി ചിത്രം ബേത്ലഹേം കുടുംബ യൂണിറ്റ് കിഡു പടമാണ്. മമിത ബൈജുവിൻ്റെ ക്യാരക്ടറും നിവിൻ പോളിയുടെ ക്യാരക്ടറും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ഏജ് ഡിഫറൻസ് ഉള്ള രണ്ട് പേര് തമ്മിൽ പ്രണയത്തിലാവുന്നു. പിന്നീട് നടക്കുന്ന ഫാമിലി ക്ലാഷ് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ. കഥയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു സിമ്പിളൊരു കഥയാണ്. പക്ഷേ പടം തുടങ്ങി തീരുന്നിടം വരെ ഒരു തരി പോലും ബോറടിക്കാതെ നല്ലതായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. അത് ഗിരീഷ് ഏടി തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഇതിൻ്റെ തിരക്കഥ നല്ല കെട്ടുറപ്പുള്ളൊരു തിരക്കഥയാണ്. കാരണം ഇതിലെ ഓരോ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കണക്ഷൻസും ആ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സും സീനുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വെൽ റിട്ടൺ സ്ക്രീൻ പ്ലേ ആണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനും നല്ല പുതുമയുള്ള, നമ്മളെ പിടിച്ചിരുത്തുന്ന, ഒരു സീൻ പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിക്കാത്ത രീതിയിലാണ് ഗിരീഷ് ഏടി ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ഏടിയുടെ ഫ്രെയിമിൽ നിവിൻ പോളി വന്നപ്പം നിവിൻ പോളിയിൽ നിന്ന് നമ്മൾ പ്രേക്ഷകർ എന്താണോ കാണാൻ ആഗ്രഹിച്ച ആ സംഭവം കിടുവായിട്ട് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ നാളുകൂടി സർവ്വമായൊക്കെ ഒന്ന് ഒത്തു വന്നെങ്കിലും ഒരു 100% നിവിൻ പോളി പടം എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പം ആ പഴയ പ്രേമത്തിലൊക്കെ നിവിനെ കണ്ട പോലത്തെ ഒരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് മൈന്യൂട്ടായിട്ടുള്ള നിവിൻ്റെ ചില കോമഡി എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലോസ് ഷോട്ടിൽ കാണിക്കുന്നത് ചെറിയ നാണങ്ങൾ, ക്യൂട്ട്നെസ്, അങ്ങനെയുള്ള സംഭവമൊക്കെ കിടുവായിട്ട് ഗിരീഷ് ഏടിയുടെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ പ്രേമലുവിൽ നിന്നും ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇച്ചിരി കൂടി ഒരു പക്വതയുള്ള, ഇച്ചിരി കൂടി ഒരു സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. അത് നന്നായിട്ട് മമിത ബൈജു ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. അപ്പോൾ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോഴുള്ള ആ റൊമാൻസും പ്രത്യേകിച്ച് നിവിൻ പോളിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ മമിത കിടുവായിട്ടുണ്ട്. അവസാന ഭാഗത്തെ കുറച്ചൊരു സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ ഉണ്ട്. അതിലൊക്കെ മമിത ബൈജുവിൻ്റെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മുടെ കണ്ണിൽ കൂടി വെള്ളം വീഴ്ത്തും. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ് ഗംഭീരമായിട്ടുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഇവർ തമ്മിൽ ഫ്രണ്ട്സായിട്ടാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോയും പിന്നെ ഒരുപാട് കൗണ്ടർ അടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ സുരേഷ് കൃഷ്ണ തകർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമൽ ഡേവിസ്, ഇതിൽ നിവിൻ പോളിയുടെ അനിയനായിട്ടാണ് സന്ദീപ് വേഷം ചെയ്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള കോംബോ സീൻസും കിടുവായിരുന്നു. ഗിരീഷ് ഏടിയുടെ പടത്തിൽ വരുമ്പോഴുള്ള അമൽ ഡേവിസിൻ്റെ ആ ഒരു സന്ദീപിൻ്റെ ആ ഒരു കോമഡി സാധനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ബിന്ദു പണിക്കർ ഒരു കന്യാസ്ത്രീയുടെ വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. നമുക്ക് ഈ സിനിമയിൽ അത് കാണുമ്പോൾ ഒരു പ്രത്യേകം നമുക്കൊരു ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടറായിരുന്നു അത്. അതുപോലെ തന്നെ വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ, ഈ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗത്തിലേക്ക് വരാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയേണ്ടി വരും. ആ സീൻ ഞാൻ പറയുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് വിനയ് ഫോർട്ട് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു റെഫറൻസ് സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കാന്താര റെഫറൻസ് കാണിച്ചതാണ്. മാരക വൈറ്റുമായിരുന്നു. തിയേറ്ററിൽ ചിരിയുടെ പൂരപ്പറമ്പാക്കുന്ന സംഭവമാണ്. കാന്താര പടം കണ്ടവർക്കത് കത്തും. ആ സംഭവം അവിടെ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്, അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലറാവും. പക്ഷെ അത് കാണുമ്പോൾ മനസ്സിലാവും. പക്കായിട്ട് ആ സീൻ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. സൃന്ദയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഇല്ലേ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ സ്ഥിരം കാണുന്ന നാട്ടിൻപുറത്തുള്ള കഥാപാത്രങ്ങളാണ്. എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിലെടുത്തു പറയേണ്ടത് ഒരു കഥാപാത്രമാണ് സൃന്ദയുടെ ക്യാരക്ടർ. നൈസായിരുന്നു. സൃന്ദയ്ക്ക് കുറേ നാളുകൾ കൂടി നമ്മുടെ മനസ്സിൽ തട്ടുന്നൊരു കഥാപാത്രം എന്ന് തന്നെ പറയാം. ഈ സിനിമയിൽ 3-4 പെണ്ണുങ്ങൾ കൂടിയിരുന്ന് വെള്ളം അടിക്കുന്ന സീനുണ്ട്. ആ സീൻ പക്കായായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ക്രിഞ്ചായി പോകേണ്ട പല സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഗിരീഷ് ഏടിയുടെ ആ ഒരു മാജിക്കൽ ഡയറക്ഷൻ കൊണ്ട് അവിടെയൊന്നും നമുക്ക് ക്രിഞ്ചായി ഫീൽ ചെയ്യുന്നില്ല. ക്ലൈമാക്സിലേക്കൊക്കെ എടുക്കാൻ നേരത്ത് ഈ പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു ഫീൽ ഗുഡോടുകൂടിയാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നോക്കുമ്പം ഗിരീഷ് ഏടിയുടെ ഇതിൻ്റെ മുമ്പുള്ള സിനിമകൾ പോലെ തന്നെ എല്ലാം മികച്ചു നിൽക്കുന്ന ടെക്നിക്കൽ ടീം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്. പാട്ടുകളൊക്കെ കേൾക്കാൻ കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. പ്രത്യേകിച്ച് പാട്ടിലൂടെയും കഥ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പാട്ടും വളരെയധികം ഇഷ്ടപ്പെടും.
അതുപോലെ തന്നെ ഇതിലെ ഷോട്ടുകളും രസമായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ കാണുന്ന പോലത്തെ ചില ഷോട്ടുകളാണ്. ആ ഒരു ഗ്രാമാന്തരീക്ഷ സെറ്റപ്പിലുള്ളൊരു കഥ പറയുന്നതുകൊണ്ട് ആ ഒരു ഫീൽ ഉള്ള ഷോട്ടുകളാണ്. എല്ലാം ഗിരീഷേടി പടത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഫ്രെയിമുകളും സാധനങ്ങളും ഒക്കെ തന്നെയാണ്. എല്ലാം നല്ല ഒരു ഫീൽ ഗുഡ് നമുക്ക് തരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിങ് ഗംഭീരമായിരുന്നു. എഡിറ്റിങ് ഒരു കട്ടിങ്സ് ഒന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. അതിൻ്റെ തിരക്കഥയുടെ പെർഫെക്ഷനും കൂടി ഉണ്ട്. തിരക്കഥയുടെ ഫ്ലോയിനനുസരിച്ച് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. നമ്മൾക്ക് ഓർത്ത് പറയാനുള്ള ഡയലോഗ്സ് പറഞ്ഞുള്ള കോമഡികളല്ല, സിറ്റുവേഷൻ കോമഡികളാണ് കൂടുതലും. ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയൊരു കഥാനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷേ ആ ലാഗ് നമുക്കത്ര ഫീലൊന്നും ആകത്തില്ല. കാരണം ആ സമയത്തെല്ലാം നൈസായിട്ടുള്ള കോമഡികൾ ഒക്കെ കിടന്നു വരുന്നുണ്ട്. പ്രേമലു റെഫറൻസ് പോലെ ഒരു സാധനം, പ്രേമലുവിൻ്റെ ഒരു ആവർത്തനം എന്ന് പറയാം. പ്രേമലുവിലെ ഒരു യാത്ര പോകുന്ന പോലത്തെ ഒരു സംഭവം ഈ സിനിമയ്ക്കകത്തുമുണ്ട്. ഒരു യാത്ര, ഒരു ടൂറിങ് സീന്. ആ സീന് ഒരു പ്രേമലുവിൻ്റെ ഒരു ആവർത്തനം പോലെ തോന്നി. മൊത്തത്തിൽ സിനിമ ഈ ഓണത്തിന് കണ്ടിരിക്കാവുന്ന, ഫാമിലി ആയിട്ട് കാണാവുന്ന, ഫ്രണ്ട്സ് കൂടി എല്ലാവർക്കും പോയി ധൈര്യമായിട്ട് കാണാവുന്നൊരു പടമാണ്.